തൃശ്ശൂർ പൂരം അത് കലക്കിയതാണ് എന്നുള്ളതും ആ കലക്കാൻ വേണ്ടി പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചു എന്നുള്ളതും ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അഭിപ്രായപ്പെടുന്നു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സുനിൽകുമാർ അത് പറഞ്ഞിരിക്കുന്നു, BJPയുടെ ബി ഗോപാലകൃഷ്ണൻ അത് സമ്മതിച്ചിരിക്കുന്നു, പിന്നെ കെ മുരളീധരനും അത് സമ്മതിച്ചിരിക്കുന്നു. എനിക്കിതിൽ വലിയ അഭിമാനമുണ്ട്. കാരണം എൻ്റെ ഒരു നിഗമനം കറക്റ്റായത് അത് ഞാൻ പല ചാനലുകൾക്കും ഇൻ്റർവ്യൂ കൊടുത്തിരുന്നപ്പോഴും അതിനുശേഷം നമ്മുടെ ഈ ചാനലിലുമൊക്കെ തന്നെ അതുപോലെ KM ഷാജഹാൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, അതിനകത്തുമൊക്കെ തന്നെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നത് സുരേഷ് ഗോപി അവിടെ ജയിക്കണമെങ്കിൽ CPM തന്നെ തീരുമാനിച്ച് അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്. CPM തീരുമാനിച്ച് അവർക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, CPMൻ്റെ മറ്റൊരു വിഭാഗം, അതായത് കോൺഗ്രസിൻ്റെ തന്നെ ഒരു ചെറിയ വിഭാഗത്തിനെയും സ്വാധീനിക്കാനും അവിടെ നിന്ന് വോട്ട് മറിക്കാനും കൂടി കഴിഞ്ഞതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. സുരേഷ് ഗോപിയുടെ തോൽക്കുമെന്നാണ് ഞാൻ പ്രവചിച്ചിരുന്നെങ്കിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന് പ്രവചിച്ചിരുന്ന ചാനലുകൾ പോലും സുരേഷ് ഗോപിക്ക് അവിടെ വളരെ ചെറിയൊരു ഭൂരിപക്ഷം, കൂടി വന്നാൽ ഒരു 10,000 വോട്ടിൻ്റെയോ അല്ലെങ്കിൽ മാക്സിമം വന്നാൽ 20,000 വോട്ടിൻ്റെയോ ഭൂരിപക്ഷമാണ് വിജയിച്ചിരുന്നതെങ്കിൽ ഇത് പോൾ ചെയ്ത വോട്ടുകളുടെ ഏതാണ്ട് ഒരു 8% വരുന്ന വോട്ടുകൾ നേടിക്കൊണ്ട് 75,000 വോട്ടുകൾക്കധികമാണ് സുരേഷ് ഗോപിയോട് ജയിച്ചത്. സത്യത്തിൽ അവിടെ സുരേഷ് ഗോപി ഒരു 28% വോട്ടുകളാണ് കഴിഞ്ഞ തവണ BJPക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിനേക്കാൾ ഒരു 1.5%, മാക്സിമം വന്നാൽ 2% വോട്ടുകൾ അവിടെ കൂടാനുള്ള സാധ്യതകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അപ്പോഴാണ് നമുക്കറിയാം അവിടെ രണ്ട് സംഭവങ്ങൾ നടക്കുന്നത്. ഒന്ന്, അവിടെ ഒരു മാധ്യമ പ്രവർത്തകരുടെ തോളത്ത് കൈവച്ചതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ഉണ്ടാവുകയും ആ പരാതിയുടെ പുറത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഒരു കേസ് എടുക്കുകയും ആ കേസ് സുരേഷ് ഗോപിക്ക് ഒരു അനുകൂല തരംഗമായി മാറ്റാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ പണിയെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു കാര്യമെങ്കിൽ, രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് തൃശ്ശൂർ പൂരം കലക്കിയതാണ്. അത് ഏതാണ്ട് വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് അത്തരത്തിൽ തൃശ്ശൂർ പൂരം കലങ്ങുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വികാരമുണ്ടാക്കി സുരേഷ് ഗോപിയെ കൃത്യമായി അവിടെ സഹായിക്കുകയാണ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ സംശയവുമില്ലാതെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ഇത് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇത് സുരേഷ് ഗോപിയുടെ എന്തെങ്കിലും വ്യക്തിപരമായ വിരോധമുള്ളത് കൊണ്ടോ BJP അവിടെ ജയിക്കില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. BJPക്ക് ഈ കൃത്യമായി വോട്ട് ശതമാനം കൂടും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവും ഉണ്ടായിരുന്നില്ല തൃശ്ശൂരിൽ. അതുമാത്രമല്ല, മറ്റു പല സ്ഥലങ്ങളിലും കൃത്യമായി കേരളത്തിൽ വോട്ട് ഷെയർ കൂട്ടാൻ പോകുന്നൊരു പാർട്ടിയാണ് BJP എന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷെ അപ്പോഴും തൃശ്ശൂരിൽ ഒരു ജയസാധ്യതയിലേക്ക് സുരേഷ് ഗോപി എത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷവും സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ തീരുമാനിച്ചത് CPM ആണെന്ന് പറഞ്ഞു. അപ്പോഴും പക്ഷേ എനിക്കുണ്ടായിരുന്ന ഒരു സംശയം, CPMൻ്റെ ഒരു സാധാരണ അണികളോട് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് മെമ്പർമാരോട്, കൂലിപ്പണിക്ക് പോയി പാർട്ടിയോട് അകമഴിഞ്ഞ സ്നേഹത്തോട് നിൽക്കുന്ന ആളുകളോട് ഒരു വോട്ട് ചെയ്യണം അല്ലെങ്കിൽ BJPക്ക് മറിച്ച് വോട്ട് ചെയ്യണമെന്ന് CPMന് ഒരിക്കലും പറയാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാമായിരുന്നു. പിന്നെ CPM എന്ത് ചെയ്യും എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് CPM അതിന് നേരത്തെ പറഞ്ഞ ഒരു മീഡിയ പ്രവർത്തകയുടെ ഒരു പരാതി അത് സുരേഷ് ഗോപിക്ക് അനുകൂലമായ രീതിയിൽ പോലീസ് കേസാക്കി മാറ്റുകയും പിന്നീട് പോലീസിൻ്റെ ഒരു കമ്മീഷണറായിട്ടുള്ള അങ്കിത് അശോകൻ അവിടെ പൂരം കുളമാക്കുന്നതിന് വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകൾ നടത്തുകയും ജനത്തെ മാക്സിമം വെറുപ്പിക്കാവുന്ന രീതിയിൽ വെറുപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് സൃഷ്ടിച്ചത്. ഇനി അതുകൂടാതെ മറ്റൊരു അത്ഭുതപ്പെടുന്ന കാര്യം കൂടിയുണ്ട്. രാവിലെയൊക്കെ ആ പൂരപ്പറമ്പിൽ കൃത്യമായി മേളവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ ഫുൾ ടൈം നിന്നിരുന്ന എല്ലാ പൂരത്തിനും ഉണ്ടാകാവുന്ന ഒരാൾ എന്ന് പറയുന്നത് സുനിൽകുമാറാണ്. അതുകൂടാതെ അവിടെ കെ മുരളീധരനും ഉണ്ടായിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും ഇല്ലാതിരുന്ന ദിവസം രാത്രി 2 മണിക്ക് സേവാഭാരതിയുടെ ഒരു ആംബുലൻസിൽ സുരേഷ് ഗോപി അങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ, സുരേഷ് ഗോപി മാത്രം വരുന്നു സ്ഥാനാർത്ഥികളിൽ എന്ന് പറയുമ്പോൾ തിരുവമ്പാടി ദേവസ്വം ഇത് നിർത്തിവെക്കാൻ ആലോചിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ 8 മണിക്കാണ് വെടിക്കെട്ട് നടത്താൻ ആലോചിക്കുന്നത്. അതുകൂടാതെ അവിടെ ജനങ്ങളുടെ ഒരു സാധാരണ മൊബിലിറ്റിക്ക്, സാധാരണ മൂവ്മെൻറ്റുകൾക്കെല്ലാം തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പോലീസ് പെരുമാറിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. എന്ന് പറഞ്ഞാൽ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി അവിടെ ഒരു സർക്കാർ വിരുദ്ധ മനോഭാവം ഉണ്ടാക്കാനും ആ സർക്കാർ വിരുദ്ധ മനോഭാവം തന്നെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു വോട്ടുകൾ CPMനാണ് കിട്ടിക്കൊണ്ടിരുന്നത്. നമുക്കറിയാലോ, ഈഴവ അല്ലെങ്കിൽ OBC അല്ലെങ്കിൽ SC/ST വോട്ടുകൾ CPMനാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ആ വോട്ടുകളിൽ തന്നെ ഒരു വിള്ളലുണ്ടാക്കാനും വോട്ട് ചെയ്യണമെന്ന് അവരോട് പറയാതെ തന്നെ അവരെല്ലാവരും തന്നെ നമ്മുടെ BJPക്ക് വോട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത്. ഇതിപ്പോൾ ഇന്ന് ക്ലാരിറ്റിയോടുകൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമ്മതിച്ചിരിക്കുന്നു. കാരണം 2 കാര്യങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഒന്ന്, ബി ഗോപാലകൃഷ്ണനും സുനിൽകുമാറും കെ മുരളീധരനും ഒരുമിച്ച് സമ്മതിക്കുന്ന ഒരു കാര്യം, പൂരം അവിടെ കലക്കിയതാണെന്നും ആ കലക്കിയതിൻ്റെ പിന്നിൽ, പൂരത്തിന് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ പോലീസാണെന്നും കൃത്യമായി നമുക്ക് മനസ്സിലായിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ
പക്ഷേ അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ ഒരു വീഡിയോയിൽ അദ്ദേഹം അങ്കിത് അശോകനെയാണ് കുറ്റം പറഞ്ഞതെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് അങ്കിത് അശോകൻ എന്ന് പറയുന്ന ഒരു പോലീസ് കമ്മീഷണറോ അവിടെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായിരുന്ന കെ സുദർശനോ ഒന്ന് വിചാരിച്ചു, ആർ സുദർശനോ ഒന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടാക്കാൻ കഴിയില്ലെന്നും അത് ഭരണപരമായ ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള കൃത്യമായ ഒരു തീരുമാനമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പം അത് ശരിയായിരിക്കുന്നു. സത്യത്തിൽ MR അജിത് കുമാർ എന്ന് പറയുന്ന കേരള പോലീസിലെ കിരീടം വെക്കാത്ത ADGP ആയിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പർ DGP ആയി കരുതപ്പെടുന്ന അദ്ദേഹം തന്നെ അവിടെ തൃശ്ശൂരുണ്ടാവുകയും ഗവൺമെൻറ്റിൻ്റെയും പി ശശിയുടെയും പിണറായി വിജയൻ്റെയും ഒക്കെ ഇംഗിതത്തിന് വഴങ്ങി അവിടെ പൂരം കലക്കുകയാണ് ഉണ്ടായത് ഏറെക്കുറെ തെളിവായിരിക്കുന്നു. ഇതിനിടയിൽ ഹൈക്കോടതിയിലേക്ക് ഒരു കേസിന് ഗോപാലകൃഷ്ണൻ പോകുമ്പോൾ പോലീസ് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ പോലീസ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. പക്ഷെ അതിൽ പറയുന്നൊരു കാര്യം തിരുവമ്പാടി ദേവസ്വത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ അതിനുശേഷം ഗവൺമെൻറ് ഒരു കമ്മീഷൻ വെച്ചിരുന്നു പി വിജയൻ്റെ നേതൃത്വത്തിൽ. ആ കമ്മീഷൻ റിപ്പോർട്ട് 1 മാസത്തിനകം സബ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞതെങ്കിൽ അതിപ്പോൾ ഏതാണ്ട് 5 മാസമായിട്ടും സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മൊഴിയെടുക്കൽ മാത്രമേ അതിനകത്ത് നടന്നിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ BJPക്കോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളോടും അമ്പലങ്ങളോടുമൊക്കെ വലിയ കൂറുണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന BJPക്ക് പോലും ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്ത് വരണം എന്നില്ല. എന്ന് പറഞ്ഞാൽ കൃത്യമായി 2004 ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലമായിട്ടുള്ള മൂവാറ്റുപുഴയിൽ PM ഇസ്മയിൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തിക്കൊണ്ട് PC തോമസിന് ജയിക്കാൻ ഒരു ഡീലുണ്ടാക്കിയിരുന്നു CPMും BJPയും തമ്മിൽ എന്നുള്ളതാണ് ദല്ലാൽ നന്ദകുമാർ കൃത്യമായി നമ്മളോട് പറഞ്ഞത്. ആ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ മറ്റൊരു കാര്യം, തൃശ്ശൂരിൽ ഒരു സീറ്റ് അത് ഞങ്ങൾക്ക് നേടിത്തന്നാൽ 2026 നിങ്ങളെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ BJP സഹായിക്കുമെന്ന് പ്രകാശ് ജാവദേക്കർ കൃത്യമായി പറഞ്ഞിരുന്നു എന്നാണ്. അപ്പോൾ പ്രകാശ് ജാവദേക്കറും EP ജയരാജനുമായിട്ടുണ്ടായുള്ള ആ ഡീൽ അന്ന് നടന്നില്ല എന്നും പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഉന്നയിച്ചൊരു ചോദ്യം, അങ്ങനെ നടക്കാതിരുന്നാൽ ഒരു ഡീൽ നമ്മൾ EP ജയരാജനുമായി സംസാരിച്ചതിന് ശേഷം നടക്കാതിരുന്നാൽ അങ്ങനെ വീണ്ടും അത് BJPയോ അല്ലെങ്കിൽ CPMോ വേണ്ട എന്ന് വെക്കാനുള്ള സാധ്യതയില്ലെന്നും തീർച്ചയായും അവർ അതിനേക്കാൾ മുകളിലുള്ള പിണറായി വിജയനുമായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റുമാരായിട്ടോ സംസാരിച്ചിട്ടുണ്ടാകുമെന്നാണ്. അപ്പോൾ അതിൽ ഏതാണ്ടൊരു വ്യക്തത വന്നിരിക്കുന്നു. ഇപ്പോൾ 2 കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നു. ഒന്ന് അവിടെ പൂരം മനഃപൂർവ്വമായി കലക്കാൻ ശ്രമിച്ചതാണെന്നും അതിൽ അവിടെയുള്ള എല്ലാ സ്ഥാനാർത്ഥികളും ഏകകണ്ഠമായിട്ടുള്ള ഒരു അഭിപ്രായത്തിലേക്ക് എത്തുന്നു. രണ്ടാമത് അത് പോലീസിനെ ഉപയോഗിച്ചാണെന്നും പക്ഷെ ആ പോലീസിനെ ഉപയോഗിച്ചിട്ടുള്ള പൂരം കലക്കിയതിൻ്റെ രക്തസാക്ഷിയും ഇരയുമാണ് താൻ എന്നുമാണ് സുനിൽകുമാർ, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 2ാമത്തെ വലിയ കക്ഷിയായിട്ടുള്ള CPIയുടെ നേതാവ് തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വളരെ ക്ലിയറാണ്, CPI പോലും അറിയാതെ CPIയെ പോലും വഞ്ചിച്ചുകൊണ്ട് സുനിൽകുമാർ എന്ന് പറയുന്ന അവിടെ ജയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ പോലും വഞ്ചിച്ചുകൊണ്ട് പിണറായി വിജയനും MR അജിത് കുമാറും P ശശിയും അടക്കമുള്ള ഒരു ടീം, ചിലപ്പോൾ CPM മൊത്തത്തിലുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്, അത്തരത്തിലുള്ളൊരു ടീം വളരെ കൃത്യമായി അവിടെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ ജയിപ്പിച്ചാൽ ചില ലാഭങ്ങൾ കൂടിയുണ്ട്. ആ ലാഭങ്ങളിൽ ഒന്ന് നമ്മുടെ ലാവ്ലിൻ കേസ് അവിടെ കൺസീഡ് ചെയ്യാം, ഞങ്ങളതിൽ നിന്ന് പിന്മാറാം എന്നുള്ളത് കൃത്യമായി ഒരു ഓഫർ അന്ന് തന്നെ EP ജയരാജന് കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് പ്രകാശ് ജാവദേക്കർ. അതുപോലെ കരുവന്നൂർ അടക്കമുള്ള കേസുകളിൽ ചില ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ 2026 വീണ്ടും അധികാരത്തിലെത്തിക്കാൻ കൂടി ഞങ്ങൾ സഹായിക്കാം എന്ന് പറയുന്ന ഒരു ഡീലിൻ്റെ പുറത്ത് CPM ഇതിന് വഴങ്ങിയിരിക്കുന്നുവെന്ന് ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരിക്കുന്നു. ഇത് അങ്കിത് അശോകൻ്റെ കുഴപ്പമല്ല. കാരണം അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ പറഞ്ഞത് അങ്കിത് അശോകൻ എന്ന് പറയുന്ന ഒരാൾ കാണിച്ച പോക്രിത്തരമാണെന്നാണ്. അങ്കിത് അശോകന് മാത്രമായിട്ട് അങ്ങനെ ഒരു പോക്രിത്തരം കാണിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ADGP അജിത് കുമാർ ഇത് കൊലക്കാൻ തീരുമാനിച്ചതാണെന്നും അത്തരത്തിൽ വളരെ നാച്ചുറലായ ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാക്കിക്കൊണ്ട് അത് സുരേഷ് ഗോപിക്ക് അനുകൂലമായി മാറ്റിയത് കൊണ്ടാണ് ഈവൻ മറുനാടനടക്കമുള്ള മറ്റു പല ചാനലുകളും നേരിയ വിജയമാണ് സുരേഷ് ഗോപിക്ക് വിചാരിച്ചിരുന്നതെങ്കിൽ പക്ഷെ അതുപോലും കടത്തിക്കൊണ്ട് വലിയ വിജയത്തിലേക്ക് 75,000 വോട്ടിൻ്റെ വിജയത്തിലേക്ക് സുനിശ്ചിതമായ വിജയത്തിലേക്ക് സുരേഷ് ഗോപിക്ക് എത്താൻ കഴിഞ്ഞത്. ഇതിൽ നിന്ന് ഈ കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. പലപ്പോഴും യാതൊരു ഐഡിയോളജിയും ആശയപരമായിട്ടുള്ള ഒരു ദൃഢതയുമില്ലാത്ത അധികാരത്തിന് വേണ്ടി മാത്രം ഓടുന്ന എന്തിനോടും അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളുകളായി നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതിനെയൊക്കെ നമ്മൾ അന്ധമായി ആരാധിച്ചുകൊണ്ട് പലപ്പോഴും അവരുടെയൊക്കെ പുറകെ അവർക്കൊന്നും ഒരു തെറ്റും പറ്റില്ല എന്ന് വിചാരിച്ച് നിരവധി അണികളും നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെ അവർക്ക് പറ്റിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വളരെ സമാധാനപരമായി നടക്കുന്ന
പൂരം കലങ്ങുന്നതും പലപ്പോഴും ഞാൻ ഇന്നലെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ മലപ്പുറത്ത് കേസുകൾ നമ്പർ കൂട്ടിക്കൊണ്ട് സുജിത് ദാസ് എന്ന് പറയുന്ന ഒരു IPSകാരൻ മലപ്പുറം ഒരു പ്രശ്നമുള്ള മേഖലയാണെന്നൊക്കെ കാണിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിനെ വിഭാഗീയതകൾ ഉണ്ടാക്കിക്കൊണ്ട് അതിൽ നിന്ന് രാഷ്ട്രീയമായിട്ടുള്ള നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഫലസ്തീൻ പ്രശ്നം പോലും അല്ലെങ്കിൽ ഗാസയുടെ പ്രശ്നം പോലും യഥാർത്ഥ പ്രശ്നങ്ങൾ മറച്ചുവെക്കപ്പെടുകയും ഒരു കമ്മ്യൂണിറ്റിയെയും ഒരു മതപരമായ സമൂഹത്തെയും ഒക്കെ സ്വാധീനിക്കാൻ വേണ്ടിയും ശ്രമിക്കുന്നത്. അത് തന്നെയാണ് പൂരത്തിൻ്റെ കാര്യത്തിലും കണ്ടത്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളോട് ചെയ്യുന്ന ഒരു വലിയ വലിയ വഞ്ചനയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ.